പൊതുവിൽ അങ്ങേയറ്റം നിരാശാജനകമായ ബഡ്ജറ്റാണ്. സംസ്ഥാന ബജറ്റ് നിരാശാജനകമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ പറഞ്ഞു. കൊല്ലത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ അവഗണനയാണ് ലഭിച്ചത്. ഈ ജില്ലയുടെ പേര് പോലും ധനമന്ത്രി വിരളമായ ബജറ്റിൽ പ്രതിപാദിച്ചുള്ളൂ. ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ കുടിവെള്ളക്കാര്യത്തിൽ സർക്കാർ ഒന്നും മിണ്ടിയിട്ടില്ല. കാർഷിക വ്യാവസായിക തോട്ടം മേഖലകളെ അവഗണിച്ചു. സ്വകാര്യ തൊഴിൽ മേഖലയിൽ സാമുദായിക സംവരണം നടപ്പാക്കാനുള്ള നിർദ്ദേശവും ചർച്ച ചെയ്യപ്പെട്ടില്ല. പെൻഷൻ പ്രായ വർധനവ് ഉടനടി പ്രത്യാഘാതം ഉണ്ടാക്കില്ലെങ്കിലും വരും തലമുറകളെ ദോഷകരമായി ബാധിക്കും. കോൺട്രിബ്യൂട്ടറി പെൻഷനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ കോൺട്രിബ്യൂട്ടറി സമ്പ്രദായത്തെ പിന്താങ്ങുന്ന നിലപാടാണ് സർക്കാർ പെൻഷൻ പ്രായ വർധനവിലൂടെ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് സംസ്ഥാന ബജറ്റെന്നും ലൈവ് വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ രാജഗോപാൽ പറഞ്ഞു. വിവിധ ജീവിത തുറകൾ പരിശോധിച്ചാൽ ഒരു സ്ഥലത്തും ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നിർദ്ദേശവും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൊല്ലം ജില്ല തന്നെയാണ്. കാരണം കൊല്ലം ജില്ല പൂർണ്ണമായും അവഗണിക്കപ്പെട്ട ഒരു ബഡ്ജറ്റാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലും ഇതേ അനുഭവമാണ് ഉണ്ടായത്. അന്ന് കൊല്ലം ജില്ലയെ അവഗണിക്കുന്നതിനെതിരായി ജില്ലയിലെ 9 MLA-മാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി അന്നുണ്ടായി. അതേ അനുഭവമാണ് ഇപ്പോഴും ഉണ്ടായത്. യാതൊരു പരിഗണനയും ഉണ്ടായിട്ടില്ല. കൊല്ലം ജില്ലയുടെ പേര് പരാമർശിക്കുന്നത് തന്നെ പോർട്ടിന്റെ കാര്യത്തിലുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ്. പോർട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ കൊല്ലം പോർട്ട് നിലവിലുണ്ടായിരുന്ന ഒരു പോർട്ട് ഇല്ലാതായതിന്റെ ചരിത്രമുള്ള സ്ഥലമാണ്. അത് പുനരുജ്ജീവിപ്പിക്കാൻ എടുത്ത നടപടിയിൽ ഒരു മേജർ പോർട്ടാക്കി കൊല്ലത്തെ മാറ്റുക എന്നുള്ളതാണ്. ആ മേജർ പോർട്ടായി മാറുന്ന കൊല്ലത്തിന്റെ ആവശ്യകതയുമായി തട്ടിക്കുമ്പോൾ ഒട്ടും പര്യാപ്തമായ തുകയല്ല ഇപ്പോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പരിഗണിച്ചു എന്ന് വരുത്തുന്നുണ്ടെങ്കിൽ പോലും പര്യാപ്തമായ അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല. ഇപ്പൊ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികളാണ് കൊല്ലം ജില്ലയിൽ ഉയർന്നു വരുന്നത്. ഒരു നടപടിയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഒന്ന് ശാസ്താംകോട്ട തടാകം, 2 കല്ലട ഡാമാണ്, തെന്മല ഡാം. ഈ 2 സ്ഥലത്തും ജലനിരപ്പ് താണുകൊണ്ടിരിക്കുന്നു. പുറത്തേക്ക് വെള്ളം കൊടുക്കാൻ തന്നെ അവർക്ക് ഉള്ള കഴിവ് കുറയുന്നു എന്നാണ്. അപ്പൊ ആ നിലയിൽ കൊല്ലം ജില്ലയുടെ കുടിവെള്ള പ്രയാസങ്ങൾ കൂടുതൽ രൂക്ഷതരമായി പോകാൻ ആണ് ഇടവെക്കുന്നത്. അതിന് കണ്ട ഭാവം പോലും ഈ ബഡ്ജറ്റിൽ പരിഗണിച്ചിട്ടില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്ത് തന്നെ ഇക്കാര്യത്തിൽ കൊടുത്തിരുന്ന പദ്ധതികൾ പരിഗണിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.